ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലിസ്റ്റ് ഓഫ് ഗവൺമെൻറ് കോളേജസ്, അതേപോലെ തന്നെ ഗവൺമെൻറ് എയ്ഡഡ്, അതേപോലെ തന്നെ പല പല സെൽഫ് ഫൈനാൻസിങ് കോളേജസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാനായിട്ട് പോവുകയാണെന്ന്. ഗവൺമെൻറ് എയ്ഡഡ് കാറ്റഗറിയിൽ വരുന്ന രണ്ടെണ്ണമാണ് MA കോളേജും NSSും. ഓട്ടോണമസ് എയ്ഡഡിൽ വരുന്നത് TKM ആണ്. അതേപോലെ തന്നെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന കോളേജ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻലി എഞ്ചിനീയറിങ്ങിൻ്റെ നോക്കുന്നുണ്ട്. പിന്നെ IHRDയുടെ കീഴിലുള്ള കോളേജാണ് വരുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ 9ഓളം കോളേജസ് വരുന്നുണ്ട്. പിന്നെ LBSൻ്റെ കീഴിൽ 2 കോളേജസ് വരുന്നുണ്ട്. KEIPൻ്റെ അണ്ടറിൽ വരുന്ന എത്ര കോളേജസ് ഉണ്ട്? 9ഓളം കോളേജസ് കാണിക്കുന്നുണ്ട്. ദെൻ KSRTCയുടെ അണ്ടറിൽ വരുന്ന ഒരു കോളേജ് ഉണ്ട്. പിന്നെ CPASൻ്റെ കീഴിൽ വരുന്ന ഒരു കോളേജ് ഉണ്ട്. അങ്ങനെ ഓരോരോ ഇതിൻ്റെ വരുന്ന കുറച്ച് കോളേജസാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാമല്ലോ അത്. പിന്നെ സിയുടെ അണ്ടറിൽ വരുന്നതാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാർ. ലിസ്റ്റ് ഓഫ് അടുത്തത് കാണിക്കുന്നത് ഫുൾ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ് ആണ്. അവിടുത്തെ ഫീസ് സ്ട്രക്ചർ ഓരോരോ കോളേജസിലും ഡിഫറെൻ്റ് ആണ്. സ്പെഷ്യൽ ഫീസ് ഓരോ സ്ഥലത്ത് വേറെ ആയിരിക്കും. ഓരോന്നിൻ്റെ അണ്ടറിൽ ഇത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഓരോരോ വേറെ മാനേജ്മെൻറ്റ്സിൻ്റെ അങ്ങനെ പല പല കോളേജസ് ഉണ്ട്. ഓരോരോ മാനേജ്മെൻറ്റ്, എല്ലാ കോളേജസിൻ്റെയും മാനേജ്മെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ്. മീൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ് ആണ്. ഇപ്പോൾ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ്ങിൽ തന്നെ ടോപ്പായിട്ട് നിൽക്കുന്ന കോളേജസാണ് മുത്തൂറ്റ്, രാജഗിരി, ഫിസാറ്റ് ഒക്കെ. ബട്ട് അവിടെ ചേരുന്നതിന് മുമ്പ് അവിടുത്തെ സീനിയേഴ്സായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യുക. ബട്ട് അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആണ്. ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്ന സംഭവമൊന്നും ഉണ്ടാവില്ല. സോ എല്ലാം അറിഞ്ഞിട്ട് പോവുക. അക്കാഡമിക്സ് മാത്രം നോക്കിയിട്ടാണ് പോകുന്നതെങ്കിൽ ബെസ്റ്റ് കോളേജസ് ആണ് ഇതൊക്കെ. സോ കുറച്ച് ക്യാമ്പസ് ലൈഫും കൂടി വേണമെന്നുള്ളവർ അത് സെലക്ട് ചെയ്യാതിരിക്കണതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.